പൊങ്കാല ഇടുന്നവരുടെ ശ്രദ്ധ, സെക്യൂരിറ്റി പാർട്ടാണെങ്കിൽ അവര് കുറച്ച് അകലം പാലിച്ച് അടുപ്പ് വയ്ക്കുക. അതുപോലെ ഉടുക്കുന്ന വസ്ത്രങ്ങള് കോട്ടൺ ആണെങ്കിലും ചില കോട്ടണൊക്കെ ഇങ്ങനെ വളരെ വിശറി പോലെ നിൽക്കും. അങ്ങനെയൊന്നും വരാത്ത രീതിയിൽ പിന്നെ തുണി ചുറ്റി വളരെ ഒതുക്കി ഡ്രസ്സ്, ഒതുങ്ങി നിൽക്കുന്ന ഡ്രസ്സ് അന്ന് കരുതി പോളിസ്റ്ററോ അങ്ങനത്തെ വരരുത്. കോട്ടൺ ഡ്രസ്സാണ് എപ്പോഴും നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ അകലം, കുറച്ച് അകലം വേണം. പിന്നെ നമ്മൾ ഈ കത്തിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വാരി വലിച്ച് കുത്തി കയറ്റി കൊതുമ്പൊക്കെ വെക്കുക. അതിന്റെ ആവശ്യമില്ല, നമുക്ക് സമയമുണ്ട്. അപ്പൊ വളരെ സാവധാനം ചെയ്യുക. ഇത് ആളി കത്തുമ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു ശ്രദ്ധ കുറയും, നമുക്ക് ഈ ചെയ്യുന്ന ആളിനും ശ്രദ്ധ കുറയും. അങ്ങനെ വരുമ്പോൾ കാറ്റും ഉള്ള സമയമായിരിക്കും. ഇത് കൂടുതലായിട്ടും പ്രശ്നം വരുന്നത് തുറന്ന സ്ഥലത്തൊക്കെ വരുമ്പോഴാണ്. ഞങ്ങളുടെ ഗ്രൗണ്ടിലൊക്കെ വെക്കുമ്പം ഫയർ സേഫ്റ്റിക്കാരൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്, അകലം പാലിക്കാനൊക്കെ അവര് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ സേഫായിട്ട്. പിന്നെ ഒരുപാട് സാധനങ്ങൾ, ആഭരണങ്ങൾ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതൊന്നും കൊണ്ടുവരാതിരിക്കുക. പിന്നെ ഇപ്പൊ ഗവൺമെന്റിന്റെ പ്രത്യേക നിർദ്ദേശമാണ് ഗ്രീൻ പ്രോട്ടോകോള്. പ്ലാസ്റ്റിക് സാധനങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക. കൊച്ചു കുട്ടികളെ കൊണ്ടുവരാതിരിക്കുക. കാരണം താലപ്പൊലിക്കൊക്കെ പെൺകുട്ടികളുണ്ടെങ്കിലും തീരെ കൊച്ചു കുട്ടികളെ കഴിയുന്നതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പൊങ്കാല ദിവസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിപ്പം ഫെബ്രുവരി 25-നാണ് പൊങ്കാല. അപ്പൊ ഒരു 23, 22 വേണ്ടിയിട്ടുള്ള എല്ലാ അതിന്റെ അറേഞ്ച്മെന്റ്സ് പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. കുറച്ചുകൂടെ കാര്യങ്ങൾ, അതായത് ആൾക്കാർക്ക്, സ്ത്രീകൾ വന്ന് 2 ദിവസം മുമ്പേ ഇവിടെ വന്ന് താമസിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുളിക്കുന്നതിനും പ്രാഥമിക ആവശ്യത്തിനുമുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഒരു 23 തീയതി കഴിഞ്ഞിട്ടാണ് അതെല്ലാം പൂർണ്ണതയിൽ എത്തുന്നത്. ഞങ്ങൾക്ക് ക്ഷേത്രവുമായി പ്രോഗ്രാംസ് ഇപ്പൊ പടയണി, അങ്ങനത്തെ തുറന്ന സ്റ്റേജില്, ഓപ്പൺ സ്റ്റേജിൽ അങ്ങനത്തെ, അത് എല്ലാ വർഷവും ഉള്ളത് തന്നെ. കന്യാർകളി എന്ന് പറഞ്ഞിട്ട് പാലക്കാടൻ ഒരു ഇതുണ്ട്, അത് ഇപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഇവിടെ വരുന്നത്. പിന്നെ ശാസ്ത്രീയ നൃത്തം, അങ്ങനെയുള്ള അത് ആസ് യൂഷ്വൽ ആണ്. പ്രത്യേകിച്ചുള്ള ഒരു ഇതില്ല. 3 സ്റ്റേജിലായിട്ടാണ് ഈ പ്രോഗ്രാംസ് നടക്കുന്നത്. അത് എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെയാണ്. ഇനി ഞങ്ങളുടെ അംബ പുരസ്കാരം കൊടുക്കുന്നത് പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂറിനാണ്. അതാണ് ഈ വർഷം കൊടുക്കുന്നത്. പ്രോഗ്രാം ഉദ്ഘാടനം അനുശ്രീ, ചലച്ചിത്ര താരം അനുശ്രീയാണ്. കച്ചവടം ഇപ്പം ഇവിടെ ഫുഡൊക്കെ കൊടുക്കുന്ന ഞങ്ങളുടെ തന്നെ ഇതുണ്ട്, കടകൾ നിർമ്മിച്ചിട്ട് ഇത് കൊടുക്കാറുണ്ട്. അതില് കുറെ കടകളിലൊക്കെ ഭക്ഷണ സാധനങ്ങളാണ് സ്റ്റാളിലൊക്കെ, പിന്നെ വള അങ്ങനത്തെയൊക്കെ. അപ്പൊ ഈ ഭക്ഷണ സാധനങ്ങളുള്ള സ്റ്റാളൊക്കെ നമ്മുടെ ഫുഡ് സേഫ്റ്റിയുടെ അവര് നോക്കുകയും അതിന്റെ ഒരു ലൈസൻസ് ഫോർ ദ പീരീഡ് ലൈസൻസ് തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഈ സ്റ്റാള് നടത്തുന്നവർക്കും പിന്നെ ഞങ്ങളുടെ ഇവിടെ തന്നെ പ്രസാദ ഊട്ടിനും മെസ്സിനും ഒക്കെ ഇത് ചെയ്യുന്നവർക്കും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ പിന്നെ വഴിയോര കച്ചവടം എന്ന് പറയുമ്പോൾ ലൈസൻസ് ഒന്നും ഇല്ലാതെ ചെയ്യുന്ന ഇതുണ്ട്. പിന്നെ അതും എനിക്ക് തോന്നുന്നു ഇവര് ഫുഡ് സേഫ്റ്റിക്കാര് അതൊക്കെ നോക്കുന്നുണ്ട്. അവര് നിരന്തരം പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഇത് ലൈസൻസ് ഉള്ളത് മാത്രമേ ചെയ്യാവൂ എന്നുള്ളത്. പിന്നെ ഈ സമയത്താണ് പല ചെറുകിട വ്യവസായം പോലെയുള്ള അല്ലെങ്കിൽ കൊച്ചു ഇതൊക്കെ നടക്കുന്നത്. ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ടങ്ങ് പോവും. നമ്മുടെ പ്രധാന ചടങ്ങെന്ന് പറഞ്ഞാൽ കാപ്പ് കെട്ടി കുടിയിരുത്തുക. അത് 1-ാം ദിവസം, അത് രാവിലെ 8 മണിക്ക്. 10-ാം ഉത്സവ ദിവസമാണ് കാപ്പഴിച്ച് കുടിയിളക്കുക. ഇതാണ് കാപ്പുകെട്ടാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ്. അത് ചെയ്യുന്നത് മേൽശാന്തിയുടെ കയ്യില്, സഹമേൽശാന്തി, നമുക്ക് തന്ത്രി ഉണ്ട് നമ്മുടെ ക്ഷേത്രത്തില്, തന്ത്രിയുടെ മേൽനോട്ടത്തില് മേൽശാന്തിയുടെ കയ്യില് സഹമേൽശാന്തി കാപ്പ് കെട്ടുമ്പോൾ മേൽശാന്തി ദേവിയുടെ സ്വർണ്ണ ഒടവാളില് കാപ്പ് കെട്ടുന്നു. ഒരേ സമയം അത് ചെയ്യുന്നു. അപ്പം മേൽശാന്തി പിന്നെ നമ്മുടെ അമ്പലത്തിൽ തന്നെ ആയിരിക്കും, പുറത്തിറങ്ങാറില്ല.
9ാം ഉത്സവ ദിവസം ദേവി എഴുന്നള്ളുമ്പോൾ കൂടെ പോകും. അതായത് ദേവിയുടെ ഒപ്പം തന്നെ ആയിരിക്കും. പുറപ്പെടാ ശാന്തി എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ ഇത്. അതുപോലെ തന്നെ പൊങ്കാല ദിവസം 25-ാം തീയതി പൊങ്കാല ദിവസം 10:30-ക്കാണ് അടുപ്പ് വിട്ട്. ആ ചടങ്ങ് എങ്ങനെയെന്ന് വെച്ചാല് മേൽശാന്തി ശ്രീകോവിൽ നിന്നും ദീപം തെളിയിച്ച് ക്ഷേത്രത്തിനുള്ളില് ഉള്ള തിടപ്പള്ളിയില് ആദ്യത്തെ പൊങ്കാല അടുപ്പ് കത്തിക്കും. അത് പിന്നെ സഹമേൽശാന്തി പുറത്ത് വഴിപാടൊക്കെ വെക്കുന്ന, മറ്റേ തിടപ്പള്ളി എന്ന് പറഞ്ഞാൽ ദേവിക്ക് നിവേദ്യം വെക്കുന്ന സ്ഥലമാണ്. ദേവിക്കും ദേവന്മാർക്കും ഒക്കെ നിവേദ്യം, ഉപദേവതകൾക്കൊക്കെ നിവേദ്യം വെക്കുന്ന സ്ഥലം. മറ്റത് നമ്മുടെ വഴിപാട്, ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വഴിപാട് വയ്ക്കുന്ന തിടപ്പള്ളി. ആ തിടപ്പള്ളിയിലെ പൊങ്കാല കത്തിക്കും. എന്നിട്ട് സഹമേൽശാന്തി ഈ ദീപം ക്ഷേത്രത്തിന് മുൻവശത്ത് തോറ്റമ്പാട്ട് പാടുന്ന, അതായത് പാട്ടുപുര എന്നാണ് അത് പറയുന്നത്. ആ പാട്ടുപുരയില് മധുവാശാനാണ് മധുവാശാനും കൂട്ടരും പാട്ട് പാടുക. അതായത് കണ്ണകി ചരിതമാണ് ഈ 10 ദിവസവും ഇവിടെ തോറ്റമ്പാട്ടിലൂടെ പാടുന്നത്. ആ പാട്ട് പാടുന്ന പാട്ടുപുരയ്ക്ക് അടുത്ത് പണ്ടാര അടുപ്പ് എന്ന് പറയും. അതില് ദീപം കത്തിക്കും, അടുപ്പ് കത്തിക്കും. ആ സമയമാണ് ഈ ചുറ്റുവട്ടത്തുള്ള ജനങ്ങളും എല്ലാവരും ചെണ്ടമേളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവരവരുടെ അടുപ്പുകൾ കത്തിക്കുന്നത്. അതെ, 2020 ഞങ്ങളുടെ പൊങ്കാല മാർച്ച് 9-നായിരുന്നു. മാർച്ച് എനിക്ക് തോന്നുന്നു 7-നോ എന്തോ ആണ് ഈ കൊറോണ ഒരു പ്രശ്നമായിട്ട് വന്നത്. ഇവിടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വരികയും പത്തനംതിട്ടയിൽ അത് റിപ്പോർട്ട് ചെയ്തു. ആരോഗ്യ വകുപ്പ് മന്ത്രി വന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് തലേ ദിവസം നമ്മുടെ മിനിസ്റ്റേഴ്സ് എന്താ വെച്ചാൽ കുറച്ചിങ്ങനെ അതിങ്ങനെ ചോദ്യം ചെയ്യപ്പെടാൻ വന്നപ്പോ പക്ഷെ ഇവിടെ മുഴുവനും സ്ത്രീകൾ കലമൊക്കെ വെച്ച് ഇരിക്കുകയാണ്. അപ്പം അന്ന് ആ വർഷം മാർച്ച് 9-ന് പൊങ്കാല നടന്നു. 10-ാം തീയതി കഴിഞ്ഞപ്പോ ആണ് കൊറോണയുടെ ഡിക്ലറേഷൻ വന്നത്. അതിനുശേഷം അത് 20, 21, 22 ഞങ്ങള് ഈ പണ്ടാര അടുപ്പ് മാത്രം, അതായത് വേറെ പുറമേ നിന്ന് ആൾക്കാർ ക്ഷേത്ര പരിസരത്ത് വന്ന് പൊങ്കാല ഇടുന്നത് ചെയ്തിട്ടില്ല. അവരവരുടെ വീട്ടിൽ പൊങ്കാല ഇട്ടു. അതുപോലെ തന്നെ കുത്തിയോട്ടം കുട്ടികൾ രജിസ്റ്റർ ചെയ്തില്ല. നമ്മൾ അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ലായിരുന്നു. ദേവിയുടെ ഒരു പണ്ടാര ഓട്ടം മാത്രം, എഴുന്നള്ളിപ്പ് അതെല്ലാം മറ്റു ചടങ്ങുകളൊക്കെ കൃത്യമായിട്ട് ചെയ്തു. കുത്തിയോട്ടം അതൊരു ചടങ്ങ് മാത്രമായിട്ട് ദേവിയുടെ പണ്ടാരോട്ടം മാത്രം ഉണ്ടായിരുന്നു. അത് 21, 22. കഴിഞ്ഞ 23 കൊറോണയുടെ ചില ഇതൊക്കെ ഉണ്ടായിരുന്നു, റൂളൊക്കെ ഉണ്ടായിരുന്നു. അതനുസരിച്ച് അത്യാവശ്യമൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഈ വർഷമാണ് വരുന്നത്. അപ്പൊ അതിൻ്റെതായ തിരക്ക് എല്ലാം അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങള് ക്ഷേത്ര ജീവനക്കാരും ട്രസ്റ്റും ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും ഗവൺമെന്റും എല്ലാം അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ആശംസ എന്ന് പറഞ്ഞാല് ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് എല്ലാം നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ ഒരു സന്തോഷം എന്ന് വെച്ചാല് നമ്മൾ 21-ലും 22-ലും പൊങ്കാല ഇല്ല, അവരവരുടെ വീട്ടിൽ ഇടണം എന്ന് പറഞ്ഞപ്പോ എല്ലാരും അത് ഭക്തിയോടുകൂടി അതാണ് യഥാർത്ഥ ഭക്തി. അല്ലാതെ നമ്മൾ ഒരു കാര്യം ചെയ്യരുതെന്ന് പറയുമ്പോൾ ചെയ്യാനുള്ള ശ്രമം ഒരിക്കലും അത് ഭക്തിയുടെ ഭാഗമല്ല. നമ്മളൊരു ആവശ്യപ്പെടുമ്പോൾ അത് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി തന്നെയാണ്. നമ്മളൊരു ആവശ്യപ്പെടുമ്പോൾ അത് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി തന്നെയാണ്. നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടല്ലോ. ഈ കൊറോണ പടർന്നു വരുന്ന കാലത്ത് എല്ലാവരും കൂടി ഇവിടെ വന്ന് നിന്നാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞത്. പക്ഷെ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തു. അത്യാവശ്യം ചിലര് ബന്ധുക്കളുടെ വീട് ഇവിടെ ഉള്ളവര് 1-2 പേരൊക്കെ വന്നിട്ട് പോയിട്ടുണ്ടാവും. അല്ലാതെ ആരും ഇവിടെ പുറമേ ഒന്നും അടുപ്പ് വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് യഥാർത്ഥ ഭക്തര് ആറ്റുകാല അമ്മയുടെ എന്ന് കരുതുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാ ഭക്തരും എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്, ഇപ്പൊ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പൊങ്കാലയ്ക്ക് വരുമ്പം. അതുപോലെ വലിച്ചു വാരി പ്ലാസ്റ്റിക് ഒന്നും ഇടാതെ പോവുക, അങ്ങനെയുള്ള. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രസാദം അതേ പവിത്രതയോടുകൂടി കൊണ്ടുപോവുക. ചിലര് അതെല്ലാം ഈ കലമൊക്കെ അവിടെ ഇട്ടിട്ട് പോവും.
അത് ആ ഒരു ഇതൊക്കെയാണ് അതിന്റെ ഒരു മൂല്യം എന്ന് പറയുന്നത്. നമ്മള് 10 ദിവസം വ്രതമൊക്കെ എടുത്ത് ഓരോരുത്തർ ചെയ്യുമ്പോൾ അതിന് അത്രയും പവിത്രതയോടുകൂടി കാണുക. അപ്പൊ ഇതൊക്കെയുള്ളൂ ഭക്തജനങ്ങളോട്